അതാ രാമക്കൽ എന്ന് പറഞ്ഞ കല്ല് നേരെ കാണുന്നത്. വനവാസ കാലത്ത് രാമൻ ലക്ഷ്മണൻ വന്നതും രാമന്റെ കാൽപാദം പതിഞ്ഞ കല്ലാണ്. അതുകൊണ്ടാണ് രാമക്കൽ ഇവിടെ പേര് വന്നിരിക്കുന്നത്. നേരെ നമ്മൾ സീ ലെവലിൽ നിന്ന് 3500 അടി ഹൈറ്റിലാണ് അവിടെ നിൽക്കുന്നത് ആ കല്ലിന്റെ അവിടെ. ഇത് തമിഴ്നാട് എന്ന് പറയുന്നത് കടൽ വറ്റി കരയായതാണ് തമിഴ്നാട് എന്ന് പറയപ്പെടുന്നത്. ഇതിന്റെ അപ്പുറം എന്ന് പറയുന്നത് നമ്മുടെ ധനുഷ്കോടി, ശ്രീലങ്ക ആ ഭാഗങ്ങളാണ്. പിന്നെ നേരെ താഴെ ഒരു അമ്പലമുണ്ട്. കന്നിമാസത്തിൽ 5 ശനിയാഴ്ച മാത്രമേ തുറക്കത്തുള്ളൂ. പിന്നെ നേരെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ റോഡിന്റെ ഇരുവശങ്ങളിൽ തെങ്ങുകളാണ്. പിന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ടൗണാണ്. ടൗൺ എന്ന് പറഞ്ഞാൽ ഇവർ താമസിക്കുന്ന ഗ്രാമങ്ങളിലും കൃഷി ചെയ്യുന്നത് ഔട്ടറിലുമാണ്. നേരെ അതിന്റെ അടുത്ത സൈഡ് ഈ കല്ല് കണ്ടോ, ഈ കല്ലിന്റെ അടുത്ത് ഇരിക്കുന്ന ഒരു ടൗൺ പോലെ കാണാൻ പറ്റും. അത് നമ്മുടെ പണ്ണപ്പുറം എന്ന് പറയും. നമ്മുടെ സംഗീത സംവിധായകൻ ഇളയരാജയുടെ ജന്മസ്ഥലമാണ്. അവിടെ നിന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തേവാരം, പച്ചക്കറികൾ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്ത സ്ഥലമാണ്. പിന്നെ അതിന്റെ അപ്പുറം ബോഡി നായിക്കുന്ന സ്ഥലം. ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണ്. അവിടെ നേരെ ബോഡി നായിക്കുന്നത്. അവിടെ നേരെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ പൂപ്പാറ, മറയൂർ, കാന്തല്ലൂർ അങ്ങനെ കയറി പോകാം. ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞാൽ ആ മലയുടെ അപ്പുറത്തെ മല എന്നാണ് അരിക്കൊമ്പനെ. ഇപ്പുറത്തെ ഈ മല കണ്ടോ, ഈ മലയിലേക്ക് കൊണ്ടുപോയി. മേഘമല എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഈ മല ആ മലയുടെ അപ്പുറത്തുനിന്ന് ഈ മലയിലേക്ക് കൊണ്ടുപോയി. അവൻ പതുക്കെ നടന്നിറങ്ങി കമ്പം എന്ന് പറഞ്ഞ ടൗണിലേക്ക് വന്നു. അവിടുന്ന് പതുക്കെ തിരുനെല്വേലിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇതാണ് ഇവിടുത്തെ കഥ. പിന്നെ ആ കല്ല് ഇങ്ങനെ അടിക്കടിക്കാണ് വെച്ചേക്കുന്നത്. ഹനുമാൻ ലങ്കയ്ക്ക് പോകുന്ന നേരത്തെ രാമനെ കൊണ്ടുപോകുന്നുണ്ട്, ലങ്കയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി വരുമ്പോൾ. അപ്പോൾ ആ സേതുബന്ധനം നടന്ന് പിന്നെ ഈ ഹനുമാൻ വന്നിറങ്ങിയ സ്ഥലം കൊണ്ട് ഹനുമന്തംപെട്ടി എന്നും പറഞ്ഞൊരു സ്ഥലമുണ്ട് താഴെ തമിഴ്നാട്ടിൽ. ഇതെല്ലാം ഇതിന്റെ ഒരു ചരിത്രമാണ്. ഇതെല്ലാം നീ കണ്ടോന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടിട്ടില്ല. ഈ ഐതിഹ്യം പറഞ്ഞുള്ള അറിവ്.